കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയും അപ്രതീക്ഷിത കൂടുമാറ്റങ്ങളും. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവന്നു. പത്മജ തൃശൂരിലും ശോഭ പാലക്കാട്ടും ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിക്കും. ഇതിനിടെ നാട്ടിക എം.എൽ.എ. സി മുകുന്ദൻ ബി.ജെ.പിയിൽ ചേർന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ധർമ്മടത്ത് വി.പി. അബ്ദുൾ റഷീദും പാലക്കാട്ട് പിഷാരടിയും മലമ്പുഴയിൽ എ. സുരേഷും അംഗത്തിനിറങ്ങുന്നു. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂരിൽ 2020 സ്ഥാനാർത്ഥിയാകും. ബി.ഡി.ജെ.എസ്. തെങ്ങിൻതോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കാസർഗോഡ് കെ.എം. ഷാജിക്കെതിരെ പോസ്റ്ററുകൾ ഉയരുന്നു. ചടയമംഗലം സീറ്റിനായി കോൺഗ്രസും ലീഗും നേർക്കുനേർ വരികയാണ്. സാജന്റെ ആത്മഹത്യാ കേസിൽ രേഖകൾ കാണാതായതും പി. ജയരാജനെ ഒതുക്കിയതും വലിയ വിവാദമായി. SNDP കേസിൽ വെള്ളാപ്പള്ളി അപ്പീൽ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. പൂട്ടലുകൾ തുടരുന്ന ഹോട്ടൽ മേഖലയും ശിക്കാരവള്ളങ്ങളുടെ ലൈസൻസ് പ്രതിസന്ധിയും സാധാരണക്കാരെ വലയ്ക്കുന്നു. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.